Hello everyone. അപ്പോൾ മിസ് എന്നൊരു മിന്നൽ ചലഞ്ചുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എന്താണ് ഈ മിന്നൽ ചലഞ്ച്? ആർക്ക് വേണ്ടിയാണ് ഈ മിന്നൽ ചലഞ്ച് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും എന്താണ് ഈ ചലഞ്ച് ഏറ്റെടുക്കാം. പക്ഷേ മെയിൻ ആയിട്ട് ഈ ചലഞ്ച് മിസ് ഫോക്കസ് ചെയ്യണത് ആർക്ക് വേണ്ടിയിട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ മിസ് മുമ്പ് ഒരു ടൈം ടേബിൾ തന്നിരുന്നു. ഒരു ദിവസം 2 ചാപ്റ്റർ വെച്ച് കവർ ചെയ്ത് കഴിഞ്ഞാൽ ഫുള്ള് നമ്മൾ തീർക്കുന്ന ഒരു ടൈം ടേബിൾ. ആ ടൈം ടേബിൾ ഫോളോ ചെയ്യാൻ പറ്റാത്തവർക്ക് അല്ലെങ്കിൽ ഒരു ദിവസം കൊണ്ട് 2 ചാപ്റ്റർ പഠിക്കാൻ ഒരു കപ്പാസിറ്റി ഇല്ലാത്തവർക്ക്, പോരാത്തതിന് നിങ്ങൾ സ്കൂളിലൊക്കെ പോകുന്നുണ്ട്, അപ്പൊ നിങ്ങൾക്ക് അത് കഴിഞ്ഞ് വരുന്ന കുറച്ച് സമയമാണ് കിട്ടുക. അപ്പൊ ആ ഒരു സമയം കൊണ്ട് പഠിച്ചു തീർക്കാം. അല്ലെങ്കിൽ എന്താണ്, നിങ്ങൾ ഇതുവരെ ഒന്നും പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്യാത്ത, അല്ലെങ്കിൽ ഒന്നിനെ കുറിച്ചും ഒരു ഐഡിയയും ഇല്ലാതെ ഇപ്പോഴും നേരെ ചൊവ്വേ ചാപ്റ്റേഴ്സിന്റെ പേര് പോലും അറിയാതിരിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ് മിസ് ഈ മിന്നൽ ചലഞ്ചുമായിട്ട് വരുന്നത്. അപ്പൊ എല്ലാവർക്കും ഈ ചലഞ്ചിൽ ജോയിൻ ചെയ്യാം. കാരണം എന്താണ്, സിമ്പിൾ ആയിട്ട് ഏതൊരാൾക്കും സിമ്പിൾ ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു ചലഞ്ചാണിത്. അപ്പൊ മിന്നൽ ചലഞ്ചിന്റെ ലെവൽ 1 ആണ് മിസ് പറയാൻ പോകുന്നത്. പല 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 ലെവൽസ് ആയിട്ടാണ്. അപ്പൊ ലെവൽ 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ Feb 28 ഈ മൺഡേ സ്റ്റാർട്ട് ചെയ്യും ലെവൽ 1. അപ്പൊ എന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു ദിവസം ഒരു ചാപ്റ്ററിന്റെ പകുതി പഠിക്കും. ഓക്കെ, അപ്പൊ 2 സബ്ജക്ട്സ് പഠിക്കും. ഒരു പാതി ചാപ്റ്റർ വെച്ച് പകുതി ചാപ്റ്റർ പഠിക്കാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ല. അത് മിസ്സിനറിയാം. പകുതി ചാപ്റ്റർ എന്താണേലും പഠിക്കാം. അപ്പൊ എങ്ങനെയാണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ February 28 മൺഡേ രാവിലെ, വേണമെങ്കിൽ നിങ്ങൾ രാവിലെ എണീക്കുന്ന ആൾക്കാരാണെന്ന് വിചാരിക്കുക, ഒരു 6 മണിക്ക് എണീക്കുന്ന ആൾക്കാരാണോ നിങ്ങള്? അപ്പൊ അല്ലെങ്കിൽ 6 മണിക്ക് എണീക്കുക, 6 മണി തൊട്ട് 8 മണി വരെ പഠിക്കാൻ സമയം ഉണ്ടാക്കുക, 2 മണിക്കൂർ. ഓക്കെ, അപ്പൊ അങ്ങനെ നമുക്ക് കെമിസ്ട്രിയുടെ ഹാഫ് ചാപ്റ്റർ, ആദ്യത്തെ ചാപ്റ്റർ ആയിട്ടുള്ള കെമിസ്ട്രിയുടെ പകുതി നമ്മൾ ആ സമയം കൊണ്ട് പഠിക്കുന്നു. അപ്പൊ എങ്ങനെയാണ് മിസ് 2 മണിക്കൂർ കൊണ്ട് പകുതി ചാപ്റ്റർ? മിസ്സിന്റെ തന്നെ പ്ലേലിസ്റ്റ് ഉണ്ട് ചാനലിലല്ലേ, കെമിസ്ട്രിയുടെ മിസ് 1 ഷോർട്ട് സീരീസ് എടുത്തിട്ടുണ്ട്. അതൊക്കെ കണ്ടെന്താണ് നിങ്ങൾക്ക് പകുതി ചാപ്റ്റർ പഠിക്കാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും, വൈകുന്നേരം സ്കൂളൊക്കെ വിട്ട് കഴിഞ്ഞ് വന്നിട്ട് എന്ത് ചെയ്യണം, ബാക്കി പകുതിയുള്ള വേറെ കെമിസ്ട്രി അന്ന് പഠിക്കേണ്ട ഫിസിക്സ് എടുക്കാം. ഫിസിക്സിന്റെ ഒരു പകുതി ചാപ്റ്റർ പഠിക്കുക. ഫസ്റ്റ് ചാപ്റ്റർ ആണ് P1 ഇട്ടേക്കുന്നത്. ഫിസിക്സിന്റെ ഫസ്റ്റ് ചാപ്റ്റർ ആണ്, അതിന്റെ ഹാഫ് പഠിക്കാം. അപ്പൊ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങൾ വന്നിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 8 to 10 വരെ ആയിട്ട് ഫിസിക്സിന്റെ പകുതി ചാപ്റ്റർ പഠിക്കാം. ഇനി രാവിലെ 6 മണിക്ക് സൂര്യൻ ഉദിക്കും, പക്ഷെ ഞാൻ എണീക്കില്ല മിസ്, രാവിലെ എണീക്കാൻ എനിക്ക് പറ്റില്ല മിസ് എന്നുള്ള ആൾക്കാരാണെങ്കിൽ ഞാൻ പറയുന്നു, നിങ്ങൾ രാവിലെ പഠിക്കണ്ട. നിങ്ങൾ വൈകുന്നേരം സ്കൂൾ വിട്ട് വന്നിട്ട് 6 to 8 പകുതി ചാപ്റ്റർ കെമിസ്ട്രിയുടെ പഠിക്കുക. പിന്നെ 8 to 9 ഡിന്നർ കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, 9 തൊട്ട് 11 വരെ എന്ത് ചെയ്യണം, ഫിസിക്സിന്റെ ഹാഫ് ചാപ്റ്റർ പഠിക്കണം. അപ്പൊ വൈകുന്നേരം വന്നിട്ട് ഈ പപ്പാതി വെച്ച് 2 ചാപ്റ്റർ നോക്കുമ്പോൾ 2 സബ്ജക്ട്സിന്റെ ചാപ്റ്റേഴ്സ് പഠിക്കണം എന്ന് ആലോചിക്കുമ്പോൾ തന്നെ രാവിലെ എണീക്കുന്നതാണ് നല്ലത് മിസ് എന്ന് നിങ്ങൾക്ക് തോന്നും. അപ്പൊ രാവിലെ എണീക്കുന്നത് തന്നെയാണ് മിസ്സും സപ്പോർട്ട് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് റിലാക്സ്ഡ് ആയിട്ട് രാവിലെ 6 to 8 പകുതി ചാപ്റ്റർ പഠിക്കാം. വൈകുന്നേരം വന്നിട്ട് ബാക്കി പകുതി ചാപ്റ്റർ പഠിക്കാം. അപ്പം ഇതാണ് നമ്മുടെ മിന്നൽ ചലഞ്ച്. നമ്മൾ എന്ത് ചെയ്തു, മാർച്ച് 1 M1 എന്ന് പറഞ്ഞാൽ മാത്സിന്റെ ഫസ്റ്റ് ചാപ്റ്റർ, അതിന്റെ ഹാഫ് പഠിച്ചു. മോർണിംഗ് പഠിക്കണോ വൈകുന്നേരം പഠിക്കണോ നിങ്ങളുടെ ഇഷ്ടം. പിന്നെ എന്ത് ചെയ്തു, അന്ന് തന്നെ ബയോളജിയുടെ ഫസ്റ്റ് ചാപ്റ്ററിന്റെ പകുതി ഭാഗം പഠിച്ചു. ദെൻ മാർച്ച് 2 ഇങ്ങനെ എന്ത് ചെയ്യും, മാർച്ച് 2 ആകുമ്പോൾ നമ്മൾ വീണ്ടും കെമിസ്ട്രി ഫസ്റ്റ് ചാപ്റ്ററിന്റെ മൺഡേ പഠിച്ചു വെച്ച ഹാഫ് ഇല്ലേ, അതിനെ ഫുള്ളാക്കും, കംപ്ലീറ്റ് ചെയ്യും. ഫിസിക്സിനെയും ഫുള്ളാക്കും. അപ്പൊ ഈ ഒരു ടൈം ടേബിൾ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. നിങ്ങൾ വാളിൽ എഴുതി വെക്കുക. ഇന്ന് ഏതൊക്കെ ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണ് കംപ്ലീറ്റ് ചെയ്യേണ്ടത് എന്നുള്ള രീതിയിൽ നിങ്ങൾ അങ്ങ് എഴുതി വെക്കുക. അങ്ങനെ മാർച്ച് 6 ആവുമ്പോഴത്തേക്കും നോക്ക്, ആ ഒരു വീക്ക് കംപ്ലീറ്റ് ആവുമ്പോഴത്തേക്കും നമ്മുടെ മിന്നൽ ചലഞ്ച് ലെവൽ 1 കംപ്ലീറ്റഡ് ആയി. അപ്പൊ നിങ്ങൾ വിചാരിക്കും, മിസ് ഇത്ര സ്ലോ ആയിട്ട് പഠിച്ചാൽ മതിയോ, ബാക്കി എന്റെ ഫ്രണ്ട്സ് ഒക്കെ അവിടെ എത്തി ഇവിടെ എത്തി അല്ലെ, കമ്പാരിസൺ. അപ്പോ ഈ മിന്നൽ ചലഞ്ച് നമ്മൾ ഗെയിം കളിക്കുന്ന പോലെയാണ്. ലെവൽ 1 ഈ ഒരു ടഫ്നെസ്സേ ഉള്ളൂ. നമ്മൾ ഇച്ചിരി ട്രാക്കിലേക്ക് വരാനുള്ളതാണ് ലെവൽ 1. ലെവൽ 2 ആവുമ്പോൾ നമ്മൾ ലെവൽ അപ്പ് അങ്ങനെ നമ്മൾ കുറച്ച് സ്പീഡ് കൂട്ടും അല്ലെ, 1 മാസമല്ലേ ഉള്ളൂ. അപ്പൊ ഈ ഒരു പേസിൽ ലെവൽ 1 പോയാൽ മതി. അപ്പൊ മിസ് അതാണ് പറയണത്, ഇനി ലേറ്റ് ആയിട്ടിരിക്കാൻ പാടില്ല, സ്റ്റാർട്ട് ചെയ്യണം. ഇപ്പൊ നിങ്ങളുടെ വേറൊരു കൺഫ്യൂഷൻ, മിസ് അപ്പം ലാംഗ്വേജസ് എന്ത് ചെയ്യും മിസ്? അപ്പൊ നിങ്ങൾ എല്ലാ ദിവസവും ഇൻസ്റ്റാഗ്രാമിൽ പോയിട്ട് സ്റ്റോറി ഇടുന്നത് പോലെ അല്ലെങ്കിൽ വാട്സപ്പിൽ ചാറ്റ് ചെയ്യാത്ത ഒരു ദിവസം ഉണ്ടോ നമ്മുടെ ലൈഫിൽ? ഇല്ല.
അപ്പൊ അതേപോലെ തന്നെ എന്താണ് എല്ലാ ദിവസവും എടുത്ത് നോക്കേണ്ട ബുക്സ് ആണ് ലാംഗ്വേജസിന്റെ. പ്രത്യേകിച്ച് ഇംഗ്ലീഷ്. നിങ്ങൾക്കറിയാം +1 നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പണി തന്നിട്ടുണ്ടാവുക ഇംഗ്ലീഷ് ആണ്. അപ്പൊ ഇംഗ്ലീഷ് എന്താണ് ഡെയിലി പ്രാർത്ഥിക്കുന്ന പോലെയാണ് നമ്മൾ എന്താണ് ഇംഗ്ലീഷ് ടെക്സ്റ്റ് എടുത്ത് 1 മണിക്കൂർ എല്ലാ ദിവസവും വായിക്കണം. കഥകളും അതിലത്തെ കാര്യങ്ങളും അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ എഴുതാൻ പറ്റും. അപ്പൊ ലാംഗ്വേജസിന് നിങ്ങൾ തന്നെ എന്താണ് നമ്മൾ ചാറ്റ് ചെയ്യാനും കുറേ നേരം ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് കണ്ടിരിക്കുന്ന സമയമൊക്കെ എന്താണ് വന്ന് ലാംഗ്വേജസ് പഠിക്കാം. അപ്പം മെയിൻ സബ്ജക്ട്സിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ മിന്നൽ ചലഞ്ച്. അതിൻ്റെ ഇടയിൽ നിങ്ങൾ തന്നെ ചലഞ്ച് ചെയ്തിട്ട് എന്താണ് ഇംഗ്ലീഷ് സബ്ജക്ട്സ് പഠിക്കാം. അപ്പൊ മിസ്സിന്റെ ഈ മിന്നൽ ചലഞ്ച് അനുസരിച്ച് ഫസ്റ്റ് ലെവൽ 1 മിന്നൽ ചലഞ്ച് കംപ്ലീറ്റ് ചെയ്യാൻ റെഡി ആണെന്നുള്ളവരൊക്കെ എന്താണ് ചലഞ്ച് ആക്സെപ്റ്റഡ് മിസ് എന്ന് പറഞ്ഞിട്ട് കുറേ മിന്നൽ ഇമോജി ആയിട്ട് കമന്റ് ബോക്സിൽ വാ. നമുക്ക് ലെവൽ 2 ആയിട്ട് മിസ് നെക്സ്റ്റ് വീക്കിൽ വരും. അപ്പൊ എല്ലാരും എന്താണ് ലെവൽ 1 ചലഞ്ച് ആക്സെപ്റ്റ് ചെയ്യാനുള്ള ചങ്കൂറ്റം ഉണ്ടെങ്കിൽ വന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. Exam winner. Crack your exams with Exam Winner and be a true winner.